VHP ഇതിനെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രി കേരള സംസ്ഥാനത്തുടനീളം ഈ മറ്റേ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട എല്ലാ കടപ്പുറത്തും മുസ്ലിങ്ങളുടെ ഒരു സംഗമം നടത്തിയിരുന്നു. അത് ക്ലിക്ക് ചെയ്തില്ല എന്ന് മനസ്സിലാക്കി കേരളത്തിലെ വോട്ടിനെ സ്വാധീനിക്കാൻ വേണ്ടി അയ്യപ്പ സംഗമത്തിനെ ഭൂരിപക്ഷ സംഗമവും ഈ നടത്താൻ പോകുന്നതിന് ന്യൂനപക്ഷ സംഗമവും ആക്കിക്കൊണ്ട് വോട്ട് നേടുക എന്ന് പറഞ്ഞ ഒറ്റ അജണ്ട മാത്രമേ ഉള്ളൂ. ഇത് ആത്മാർത്ഥമായിട്ടുള്ള സമീപനമല്ല. അയ്യപ്പ ഭക്തന്മാരോടും ആത്മാർത്ഥതയില്ല, കേരളത്തിലെ ന്യൂനപക്ഷങ്ങളോടും ആത്മാർത്ഥതയില്ല. 101% വോട്ട് തട്ടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമാണ് ന്യൂനപക്ഷ സംഗമം. ഭൂരിപക്ഷ സംഗമം എന്ന് അവർ പറയുന്ന അയ്യപ്പ സംഗമം അവർക്ക് പൈസ ഉണ്ടാക്കാനും അയ്യപ്പനെ ഒരു കച്ചവട ഉൽപ്പന്നമാക്കിക്കൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് ഫണ്ട് സമാഹരിക്കാനും ആ പണം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാനുമുള്ള ആസൂത്രിതമായ ഒരു ശ്രമമാണ്. യാതൊരു ആത്മാർത്ഥതയും ഇക്കാര്യത്തിലില്ല. 100% ഉറപ്പാണ്. അല്ല, ഇത് ഇപ്പോൾ ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കും ചില അവർക്കുള്ള ആശങ്കകളുണ്ട്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി അത് പല ഘട്ടങ്ങളിലും അങ്ങനെ സർക്കാർ വിളിച്ചു ചേർത്തിട്ടുള്ളതാണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ആ ഒരു പശ്ചാത്തലത്തിൽ നടന്നു. പിന്നെ വഖഫ് സമയത്ത് വഖഫിനെ കുറിച്ചുള്ള ആശങ്ക, ആ സമയത്തൊക്കെ ഇതിനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുള്ളതാണ്. അത് മാത്രമല്ല മുസ്ലിം സംഘടനകൾ അതിനോട് യോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ളതുമാണ്. ശ്രീ അനിൽ വിളയിൽ, ഈ യോജിപ്പെന്ന് പറഞ്ഞ കറക്റ്റ് തന്നെയാണ്. യോജിപ്പില്ല എന്നൊന്നും ആരും പറഞ്ഞില്ല. അയ്യപ്പ സംഗമത്തിനാണെങ്കിൽ പോലും ഞങ്ങൾ ആരും എതിരല്ല. അയ്യപ്പ സംഗമം നടത്തുന്നത് കൃത്യമായ ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രം നടത്തണമെന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ചോദിച്ചോട്ടെ, കഴിഞ്ഞ ഈ ഇലക്ഷൻ ഇനി ഏകദേശം 8 മാസക്കാലം മാത്രമേ ഉള്ളൂ. ഈ കഴിഞ്ഞ 4 വർഷത്തിന് മുകൾ കാലമായിട്ട് ഈ ന്യൂനപക്ഷങ്ങളുടെ ആശങ്കകളോ ഭൂരിപക്ഷങ്ങളുടെ ആശങ്കകളോ അയ്യപ്പന്മാരുടെ ആശങ്കകളോ പരിഹരിക്കാൻ തയ്യാറാവാതിരുന്ന ഈ മന്ത്രിസഭ തിരക്ക് പിടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സംഗമം നടത്തുന്നതിന്റെ ഉദ്ദേശശുദ്ധിയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഇത് തീർത്തും വോട്ടിന് വേണ്ടിയുള്ള ഒരു സംഗമം മാത്രമാണ്. ന്യൂനപക്ഷങ്ങൾക്ക് കേരളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകൾ ഉണ്ടെങ്കിൽ ആശങ്കകൾ ഉണ്ടാക്കിയത് ഈ ഭരണകൂടം തന്നെ ആയിരിക്കുമല്ലോ, വേറെ ആരുമല്ലല്ലോ. അപ്രകാരമുള്ള ആ ന്യൂനപക്ഷങ്ങളുടെ ആശങ്ക അതാത് സമയത്ത് അതിന്റെ പ്രധാനപ്പെട്ട ആൾക്കാരുമായി ചർച്ച ചെയ്തുകൊണ്ട് പരിഹരിക്കേണ്ട വിഷയങ്ങളെ ഇപ്പൊ വലിയ സംഗമമാക്കി മാറ്റുക എന്നുള്ളത് വോട്ട് രാഷ്ട്രീയത്തിന്റെ സംഗമമായിട്ടാണ് ഞങ്ങളൊക്കെ കരുതുന്നത്. ഇത് ആത്മാർത്ഥമായ സമീപനമല്ല ഇക്കാര്യത്തിൽ സർക്കാർ വെച്ച് പുലർത്തുന്നത്. ഈ ശബരിമല അയ്യപ്പ സംഗമം നടത്തുമ്പോൾ ന്യൂനപക്ഷങ്ങൾ എന്ത് വിചാരിക്കും, അവരുടെ കാര്യങ്ങൾ കൂടി പരിഹരിക്കണമല്ലോ എന്നുള്ള തോന്നൽ കൊണ്ടുകൂടി ആയിരിക്കാം ഇത് ശബരിമലയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അയ്യപ്പ സംഗമം ഭൂരിപക്ഷ സംഗമമായിട്ടാണോ ഇവരെടുക്കുന്നത്? ആണെന്നുണ്ടെങ്കിൽ ശരിയാണ്, അതിന്റെ ഓപ്പോസിറ്റ് ന്യൂനപക്ഷ സംഗമം. പക്ഷെ കേരളത്തിൽ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും ഒന്നുമില്ല. കേരളത്തിലെ ന്യൂനപക്ഷം എന്ന് പറഞ്ഞ വിഭാഗം ഇപ്പൊ ഇല്ല. കേരളത്തിലെ ഹിന്ദുക്കളാണെന്ന് കേരളത്തിൽ ന്യൂനപക്ഷമായി മാറിയിരിക്കുന്നത്. അന്നേരം ഹിന്ദുക്കളുടെ ഈ ലോകത്തുള്ള 3000 ഭക്തന്മാരുടെ സംഗമം അല്ല വേണ്ടത്. കേരളത്തിലെ ഹൈന്ദവരുടെ നിരവധിയായ ആശങ്കകൾ പരിഹരിക്കാൻ വേണ്ടി ഹിന്ദുക്കളെ വിളിച്ചു കൂട്ടുമ്പോൾ കേരള സാഹചര്യത്തിൽ ഹിന്ദുക്കളുടെ സംഗമമാണ് ന്യൂനപക്ഷ സംഗമം. ബാക്കി ഇന്ന് ഇപ്പോൾ സെൻസസ് നടക്കുകയാണെങ്കിൽ ക്രൈസ്തവരും മുസ്ലിങ്ങളും കേരളത്തിൽ 50% മുകളിലാണ്. അവർ ഭൂരിപക്ഷമായി മാറി. അപ്പോൾ കേരളത്തിലെ ഹിന്ദുക്കളുടെ സംഗമം വിളിച്ചുകൂട്ടി കേരളത്തിലെ ഹിന്ദുക്കളാണ് നിരവധിയായ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന വിഭാഗം. അവരുടെ ആശങ്കകൾ പരിഹരിക്കാനാണ് ഈ മന്ത്രിസഭ തയ്യാറാകേണ്ടത്. ഇത് ടെക്നിക്കലി അവർ ഉപയോഗിക്കുന്ന വാക്ക് മാത്രമാണ് ന്യൂനപക്ഷ സംഗമം. യഥാർത്ഥത്തിൽ കേരളത്തിലെ ന്യൂനപക്ഷം ഹിന്ദുക്കളാണ്. ഹിന്ദു സംഘടനകളെയും ഹിന്ദു സമുദായ നേതാക്കന്മാരെയും സന്യാസി ശ്രേഷ്ഠന്മാരെയും ഒക്കെ വിളിച്ചു ചേർക്കാൻ അവർക്ക് ഇപ്രകാരം സാധിക്കുമോ? സാധിക്കില്ല. അയ്യപ്പ സംഗമം തന്നെ 3000-ഓളം വരുന്ന മുതലാളിമാരുടെ സംഗമമാണ് നടത്തുന്നത്, ഭൂരിപക്ഷ സംഗമമല്ല. മുതലാളി സംഗമം നടത്തുകയോ അതിന് പരിഹാരമായിട്ട് ന്യൂനപക്ഷ സംഗമം നടത്തുന്നു. തെറ്റാണിത്. തീർത്തും അപലപനീയമായ ഒരു കാര്യം തന്നെയാണ്. കേരളത്തിലെ ഹിന്ദുക്കളെ വിളിച്ചുകൂട്ടിയാണ് യഥാർത്ഥ ന്യൂനപക്ഷ സംഗമം നടത്തേണ്ടത്. ഇതാണ് ഞങ്ങളുടെ ആവശ്യം. ശരി, നന്ദി. ശ്രീ അനിൽ വിളയിൽ. ഇപ്പോൾ അനുമോദ് CV കൂടി ചേരുകയാണ് മലപ്പുറത്ത് നിന്ന്. അനുമോദ്, ഈ നേരത്തെ ഒരു ഈ വിഷയാധിഷ്ഠിതമായിട്ട് സർക്കാർ യോഗങ്ങൾ വിളിച്ചു കൂട്ടുമ്പോൾ, പ്രത്യേകിച്ച് അത് ഈ പൗരത്വ ഭേദഗതി നിയമത്തിലോ കണ്ടതാണ്, ലീഗിൻ്റെ ഒരു പിന്തുണ അക്കാര്യത്തിലുണ്ടായിരുന്നു. മുസ്ലിം സംഘടനകളും അനുകൂലിച്ചിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ ഇങ്ങനെ ഒരു ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കുന്നത് അത് ലീഗ് അംഗീകരിക്കാൻ ഇടയില്ലല്ലോ. എന്തെങ്കിലും പ്രതികരണം വരുന്നുണ്ടോ ലീഗിൻ്റെ ഭാഗത്ത് നിന്ന്?